ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം അതിൽ നമ്മൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക രസം അതുപോലെ തന്നെ ഒരു ഒഴിച്ചു കറിയാണ് കാണിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ആദ്യം നെല്ലിക്ക രസം ഉണ്ടാക്കാനായിട്ട് ഒരു 4 നെല്ലിക്ക നന്നായി കഴുകിയതിന് ശേഷം കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ട കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇത്രയൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഒരു വലിയ സ്പൂൺ ഉണ്ടാവും കുരുമുളക്, ഒരു സ്പൂൺ ചെറിയ ജീരകം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ രസം വെക്കാനുള്ള മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചതച്ചെടുത്ത കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി അപ്പോൾ അത് ആദ്യം അതിലേക്ക് ഇട്ടു. പിന്നെ 2 ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ചധികം കറിവേപ്പില, പിന്നെ അതിലേക്ക് പൊടികൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണൊക്കെ ഉണ്ടാവും കായത്തിൻ്റെ പൊടിയും ഇട്ടു. പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്ക, ചതച്ചിട്ടല്ല നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നെല്ലിക്ക, അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കഷ്ണം മതിയാവും ശർക്കര, ഒരു വലിയ കഷ്ണമാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും ശർക്കര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ശർക്കര പാനിയാക്കിയിട്ട് 1 സ്പൂൺ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു സ്പൂൺ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്കര ഒരു ചവർപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് ശർക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് മാറിക്കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണത്. അപ്പോൾ അതായത് രസമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് താളിച്ച് കൊടുക്കാനായിട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള രസം, നെല്ലിക്ക രസം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കുഞ്ഞു ഒഴിച്ചുകറി, അപ്പോൾ വപ്പക്കായും പരിപ്പും കൂടിയുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ്, ഏകദേശം ഒരു 1/4 കപ്പ് പരിപ്പ് നന്നായി കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പകുതി വപ്പക്കായാണ് അടുത്തുള്ളത്, തൊലിക്ക് ചെത്തി കഷ്ണങ്ങളാക്കി അതും അതിലേക്ക് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടു. പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു 2-3 പിടി നാളികേരം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ ജീരകം. അപ്പോൾ ഞാൻ ചെറിയ ജീരകം ഒന്ന് കഴുകിയിട്ടാണ് അതിലേക്ക് ഇടുന്നത്. പിന്നെ ഒരു 2 ഇതിൽ കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, അതിന് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കർ തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ നന്നായി തിളച്ച് ഉപ്പൊക്കെ പിടിച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുക്കണം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ കറി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും താളിക്കാനായിട്ട് ഞാൻ പാനിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും ഇട്ടു. അതുപോലെ തന്നെ ഒരു പിടി നാളികേരം ഇട്ടു, ഒരു ചെറിയ പിടി നാളികേരം ഇട്ടു. ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ തന്നെ നല്ലോണം വറുത്തെടുക്കുക.
ഇത് നമ്മുടെ നാളികേരമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കുക. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒഴിച്ചു കറി. പിന്നെ കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു, അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ഒഴിച്ചു കറികളൊക്കെ. അപ്പോൾ അതേ നല്ല കുത്തരി ചോറുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ നെല്ലിക്ക രസം, നല്ല മാങ്ങച്ചാറ്, അതുപോലെ തന്നെ നമ്മുടെ പപ്പക്കായ പരിപ്പ് ഒഴിച്ചു കറിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.